ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീന പോകുന്ന അറിഞ്ഞിട്ട് ശരണ്യ വളരെ വിഷമത്തോടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അലീന ശരണ്യനെ ആശ്വസിപ്പിക്കുകയാണ്. നീ തോറ്റു കഴിഞ്ഞാൽ ഞാനും തോൽക്കും, നീ ജയിച്ചാലേ ഞാനും ജയിക്കുള്ളൂ, അത് ഓർമ്മ വേണം. അതുകൊണ്ട് തോൽക്കരുത്, ഞാൻ തോൽക്കണ്ടല്ലോ, അപ്പോൾ നീ തോൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ശരണ്യയ്ക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുത്തു കൊടുക്കുകയാണ്. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരണ്യ ഡ്രസ്സ് വാങ്ങിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, ഇത് വലിയ ഗമയ്ക്ക് ഇട്ട് കിടക്കാനൊന്നല്ല, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്ന വാക്ക് നീ ആലോചിക്കണം, ഓർക്കണം, അതിന് വേണ്ടിയിട്ടാണ്, വാശിയോടെ പഠിക്കണം. അപ്പോഴും ശരണ്യയുടെ മുഖത്ത് വലിയ തെളിച്ചല്ലേ. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, ഈ പെണ്ണിൻ്റെ മുഖത്ത് എന്തൊരു സന്തോഷമില്ലാത്തതെന്നും. അപ്പോൾ ശരണ്യ പറയാണ്, ഇതൊക്കെ തന്നിട്ട് ചേച്ചി പോവാനല്ലേന്നും. അപ്പോൾ അലീന ശരണ്യനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നപ്പോഴും അലീനയുടെ മുഖത്തുണ്ടൊരു വിഷമമുണ്ട്. അപ്പോഴാണ് ശരണ്യയുടെ അമ്മ വരുന്നത്. അപ്പോൾ ശരണ്യയുടെ അമ്മ വരുമ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് ശരണ്യയുടെ അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്, സാരിയാണ്. പിന്നെ അച്ഛനൊരു ജോഡി ഷർട്ടും വാങ്ങിച്ചിട്ടുണ്ട്, അതും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശരണ്യോട് പറയുന്നുണ്ട്, ഞാൻ എന്നാൽ പോട്ടെ, അപ്പോൾ നീയും വായോ, അതുവരെ റോഡ് വരെ നമുക്ക് രണ്ടുപേർക്കും അതുവരെ സംസാരിച്ച് നടക്കാമല്ലോ എന്ന് പറഞ്ഞ് ശരണ്യനെയും കൂട്ടി പോകുന്നുണ്ട്. കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ ബബിതോട് ഒരു ലെമൺ ടീ ഇട്ട് തരാൻ പറയുന്നുണ്ട്. പിന്നെ കൃഷ്ണ എപ്പോഴാണ് വരിക ചോദിക്കുന്നുണ്ട്. കൃഷ്ണയ്ക്ക് ഇന്ന് ലാസ്റ്റ് എക്സാം, അവൾ നേരത്തെ വരും. അവൾ വരുമ്പോൾ രോഹിത്തിനെയും കൂടി വിളിക്കണം കേട്ടോ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ആ സമയം കൊണ്ട് കൃഷ്ണ വരും. അപ്പോൾ കൃഷ്ണ വരുമ്പോൾ അലീന ചേച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, അവൾ ശരണ്യയുടെ അടുത്തേക്ക് പോയിരിക്കുക. ഒറ്റയ്ക്കാണോ പോയിരിക്കണത് ചോദിക്കുമ്പോൾ പറയും, ഒറ്റയ്ക്ക് തന്നെയാണ് പോയിരിക്കണത്, അത് കഴിഞ്ഞ് കൊല്ലപ്പള്ളിയിലും കൂടി പോയിട്ടേ വരുള്ളൂ. അപ്പോൾ എത്താറായോ ചോദിക്കും, അതറിയില്ല, വിളിച്ച് ചോദിക്കണം പറയും. എന്നിട്ട് രോഹിത്തിനെ വിളിക്കാൻ പറയും. അങ്ങനെ രോഹിത്തിനെ വിളിക്കും. കൃഷ്ണ പോയിട്ട് രോഹിത്തിനെ വിളിക്കുമ്പോൾ രോഹിത്ത് അവിടുന്ന് എന്താടീന്ന് ചോദിച്ചിട്ട് ഇറങ്ങി വരും. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് പറയും ബാലേന്ദ്രൻ. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കണ കാര്യമാണ്, എന്നാലും അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല പറയും. അലീന നാളെ ഇവിടുന്ന് പോവുകയാണ് ചോദിക്കും പറയും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കാവും. അപ്പോൾ എന്ത് ഇത്ര പെട്ടെന്ന് പോകണമെന്ന് ചോദിക്കും ബബിത. ബാലേന്ദ്രൻ പറയും, ഇത്ര പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ്, അവൾ കുറേ നാളായല്ലോ ഈ ആവശ്യം പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചീനെ എവിടെ പോവാണ്ട് പിടിച്ചു നിർത്താൻ ഒരു മാർഗവും വെച്ചാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിന് നമ്മളാരും പറഞ്ഞയക്കണതല്ലല്ലോ, അവളുടെ ഇഷ്ടത്തിന് പോണതല്ലേ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കൃഷ്ണനോട്, അവൾ ഇവിടുന്ന് പോകുന്നതിൻ്റെ കാരണം ആരേക്കാളും നന്നായിട്ട് നിനക്കറിയാമല്ലോ എന്ന്. അപ്പോൾ ബബിതി രോഹിത്തൊക്കെ കൃഷ്ണനെ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ കണ്ടുപിടിച്ച ആ കുളത്തുപുഴയ്ക്ക് തന്നെയാണോ അലീന ചേച്ചി പോകുന്നത്? അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതെ, അവിടേക്ക് തന്നെയാണ് പോകുന്നത്, എന്തുകൊണ്ടും ഇവിടത്തേക്കാളും സന്തോഷവും സുരക്ഷിതത്വവും ഒക്കെ അവൾക്ക് അവിടെ കിട്ടും. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, കുഴപ്പമില്ലാത്ത സ്ഥലമാണ്, നല്ല സ്നേഹിക്കാൻ അറിയുന്ന നല്ല ആൾക്കാരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ നല്ല ആൾക്കാരല്ലേ അച്ഛാന്ന്? അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, നമ്മൾ അത്ര നല്ല ആൾക്കാരൊന്നുമല്ല, അലീനയും കൂടി ചേർന്നതുകൊണ്ടാണ് നമ്മൾ നല്ല ആൾക്കാരായത് എന്ന് പറയുന്നുണ്ട്. അവൾ പോകുന്നതിൻ്റെ നഷ്ടം എത്രത്തോളമാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, അതിൻ്റെ ആഴം നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, അവൾ നാളെ പോകുമ്പോൾ നിങ്ങളാരും കരയാനോ അവളെ ദുഃഖത്തോടെ യാത്ര അയക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ മനുവാണ്. ഒരു ഫോൺ കോളിലാണ്, ആ സമയത്താണ് നമ്മുടെ അലീന വന്ന് വണ്ടിയിൽ വന്ന് ഇറങ്ങണത്. അപ്പോൾ അലീന കാശൊക്കെ കൊടുത്ത് വണ്ടി പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ മനു നിന്ന് നോക്കുകയാണ്. അപ്പോൾ അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മനുവായിട്ട് എങ്ങനെ നോക്കണമെന്ന്. അപ്പോൾ മനു പറയുകയാണ്, ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ, എന്ത് ഈ വരവേ. പിന്നെ എന്താ മനുവേട്ടൻ പ്രതീക്ഷിച്ചത്? ഞാൻ പ്രതീക്ഷിച്ചത് വേറൊന്നാ, നോക്കട്ടെ, അത് നടത്തിയെടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അപ്പം അലീന ഒന്ന് സൈലൻ്റ് ആവും. അല്ല, ഞാൻ ആലോചിക്കണേ, നിൻ്റെ ഒരു ധൈര്യം, നിൻ്റെ നമ്പർ 1 ശത്രുവായ ആൻറ്റിയും നമ്പർ 2 ശത്രുവായ എൻ്റെ അമ്മയുള്ള വീട്ടിലേക്ക് നിനക്ക് വരാൻ എങ്ങനെ ധൈര്യം വന്നു? അപ്പം അലീന പറയുന്നുണ്ട്, ഇവിടെ വരുമ്പോൾ മനുവേട്ടനുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്, അപ്പോൾ ആ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്.
എന്നിട്ട് പറയും, ഞാൻ മനുവേട്ടനോട് പറഞ്ഞിരുന്നല്ലോ, അച്ഛനൊരു കുളത്തൂപ്പുഴയിലൊരു സ്ഥലത്ത് തന്നെ എനിക്ക് പോകാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, നാളെ ഞാൻ പോവുകയാണ്. ഞാൻ ശരണ്യയോട് വീട്ടിൽ പോയി യാത്ര പറഞ്ഞു, ഇനി ഇവിടെ എല്ലാവരോടും യാത്ര പറയണമെന്ന് പറയും. അപ്പോൾ മനുവിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറും. ഭയങ്കര വിഷമാവും. മനു ചോദിക്കും, ആരോടൊക്കെ യാത്ര പറയുന്നുണ്ട് ചോദിക്കും. അപ്പോൾ പറയും, മാഡത്തിനോട് ആദ്യം പറയണം, മാഡത്തിനെ കാണാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആദ്യം എനിക്ക് മാഡത്തിനോട് യാത്ര പറയണമെന്ന് പറയും. അപ്പോൾ എന്നോടോ ചോദിക്കും. അപ്പോൾ അലീനൊന്നും മിണ്ടില്ല. അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. മനുവിന് ഭയങ്കര ഫീലായിട്ട് മനു പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, വന്ന കാര്യം നടക്കട്ടെ, വായോ, വന്ന കാര്യം നടത്താമെന്ന് പറഞ്ഞിട്ട് മനു ഇങ്ങോട്ട് നടക്കും അലീനോട് വരാൻ വേണ്ടി. പക്ഷെ അലീന അവിടെ നിന്നോടത്ത് നിൽക്കുകയാണ്. അലീന നടക്കുന്നില്ല. വായോ എന്ന് പറഞ്ഞിട്ട് അലീനെ കൂട്ടിക്കൊണ്ടു പോകും. അകത്ത് ചെല്ലുമ്പോൾ പറയും, ഇവിടെ ഇപ്പോൾ മുത്തശ്ശിയുണ്ട്, വൈജയന്തി ആൻറ്റി ഉണ്ട്, വല്യച്ഛനുണ്ട്, അച്ഛനുണ്ട്, ആരോടാ ആദ്യം യാത്ര പറയുന്നത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡത്തിനോട് തന്നെ ആദ്യം പോയിട്ട് പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ശരി, മാഡത്തിൻ്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അലീനെ കുട്ടി മാഡത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ അലീന വൈജയന്തിയോട് യാത്ര ചോദിക്കാനായി റൂമിന് പുറത്ത് വന്ന് കാത്തു നിൽക്കുകയാണ്. കൂടെ മനു ഉണ്ട്. മനു പറയുന്നുണ്ട്, ഞാൻ നിൽക്കണോ? യാത്ര പറച്ചിലല്ലേ, ഞാനില്ലാണ്ടിരിക്കുക നല്ലത്. അപ്പോൾ മനുവേട്ടൻ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. എന്നാലും മനു പോകുന്നില്ല. വൈജയന്തി വാതിൽ തുറക്കുമ്പോൾ അവർ രണ്ടുപേരെയും കാണുന്നു. അപ്പോൾ വൈജയന്തിയുടെ മുഖം അങ്ങോട്ട് മാറും. എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, അലീനനെ മൈൻഡ് ചെയ്യണില്ല. എന്താടാ മനു, എന്താ കാര്യമെന്ന്. മനു പറയാണ്, അലീനയ്ക്ക് ആൻറ്റിയോട് എന്തോ പറയാനുണ്ടെന്ന്, എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ആൻറ്റിയോടാണ് പറയാനുള്ളത്. അപ്പോൾ എന്നിട്ട് മനു പോകും. എന്നിട്ട് അലീന റൂമിൽ ചെന്നിട്ട് വൈജയന്തിയോട് പറയും, നാളെ ഞാൻ കടപ്പാട്ടൂർ വീട് വിട്ട് പോവുകയാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ പോലെയാ കണ്ടിട്ടുള്ളൂ, അന്നും ഇന്നും എന്നും. മാഡം ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ മാഡത്തിന് വേണ്ടിയിട്ട്. വൈജയന്തി പറയുന്നുണ്ട്, നിൻ്റെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ഞൊണ്ടി നടക്കുന്നതെന്ന്. പരീന പറയുന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കൂടി മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാവരും എന്നോടല്ലേ ചെയ്തതെന്ന്. അത് കേൾക്കുമ്പോൾ വൈജയന്തിയുടെ സ്വഭാവം മാറും. എന്നോട് ഞാൻ എന്ത് ദ്രോഹാടി ചെയ്തത്? എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ആ കുടുംബത്തിൽ നിന്ന് പോകാണ്ടിരുന്നത് മാഡത്തിൻ്റെ കുടുംബം നിലനിർത്താനും സംരക്ഷിക്കാനും വേണ്ടിയിട്ട്, തകരാണ്ടിരിക്കാനും വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, എൻ്റെ കുടുംബം എന്താ മീനച്ചിലാറ്റിൽ മുങ്ങി താഴാൻ നിൽക്കുമായിരുന്നോ, അതോ ചുറ്റോറും കടം കയറി ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുമായിരുന്നോ നീ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? നീ വരുന്നതിന് മുമ്പ് നല്ല ഐശ്വര്യത്തോടെ പോയോണ്ടിരുന്ന കുടുംബം നീ എപ്പോൾ വലതുകാലും ഇടതുകാലും എടുത്തു വെച്ചോ അന്ന് മുതൽ നശിച്ചു എൻ്റെ കുടുംബം. ദുഷ്പേര് വന്നു കുടുംബത്തിന്. അപ്പം അലീന പറയുന്നുണ്ട്, എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറയാൻ കൂടി വേണ്ടിയാണ് ഞാൻ വന്നതെന്ന്, മാഡം എന്നോട് ക്ഷമിക്കണമെന്ന്. ഭയങ്കര ദേഷ്യത്തിലെ വൈജയന്തി പറയാണ്, എന്നോട് ഞാൻ ക്ഷമിക്കാനോ? എന്നെ ഇത്രയധികം വേദനിപ്പിച്ച നിന്നോട് ഈ ജന്മത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നീ എവിടെ പോയാലും നന്നാവില്ല, നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അലീനനെ ശപിക്കണം. അപ്പോൾ അലീന പറയണം, മാഡം എത്ര വേണമെങ്കിലും എന്നെ ശപിച്ചോളൂ, പക്ഷെ ഇതൊന്നും എനിക്ക് കേൾക്കാൻ പോണില്ല, കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ മാഡത്തിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ തന്നെ മുൻകൈ എടുത്ത് പരിഹാരം കണ്ടിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല, സമാധാനത്തോടെയാണ് അവിടെ പോകുന്നത്. ഇനി മാഡം വന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി എന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയാണ്, എൻ്റെ കുടുംബം എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം, അതിന് നിൻ്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ടെന്ന്. അപ്പോൾ അലീന പറയാണ്, മാഡത്തിന് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി പറഞ്ഞു തരാനാണ് ഞാൻ വന്നത്. അച്ഛൻ ക്ഷമയുടെ അടിത്തട്ടിലെത്തി നിൽക്കുകയാണ്. അച്ഛനെ പ്രകോപിപ്പിക്കരുത്, അച്ഛൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കണം, അച്ഛൻ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ വൈജയന്തി പറയാണ്, 22 വർഷം ആ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചവളാ ഈ വൈജയന്തി, എന്നെയാണോ നീ ഉപദേശിക്കുന്നത്?
നിന്റെ ഉപദേശമൊന്നും എനിക്ക് ഈ കാര്യത്തിൽ ആവശ്യമില്ല എന്ന് പറയണം. അപ്പോഴാണ് വൈജയന്തിക്ക് അലീനൊരു ഡോസ് കൊടുക്കണേ. 22 വർഷം മുൻപും ജീവിച്ചിരുന്നല്ലോ ഒരു ജീവിതം, ഒരാണൊരുത്തൻ്റെ കൂടെ. അതും ഓർമ്മ വേണമെന്നാ പറഞ്ഞത്. അച്ഛൻ്റെ അടുത്ത് വെറുതെ അഹങ്കാരവും ഗർവവും കാണിക്കാൻ ചെല്ലരുത്. തലയ്ക്ക് അടി കിട്ടും, പിന്നെ തല പൊക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കിന് വില കൊടുത്ത് ജീവിക്കുക. മക്കൾ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുക. ഇല്ലെങ്കിൽ ജീവിതം തകർന്നു പോകും, പിന്നെ വീണ്ടും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അലീന. അതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തി ആകെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്.